ചന്ദ്രു, കഴിഞ്ഞതൊക്കെ പോട്ടെ, നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനില്ല, നീ പോയിക്കോ. ചന്ദ്രു മോനെ, എടാ, ചുഴിയും മലരിയും കലർന്നതാ ജീവിതം. അതിൽ പിടിച്ചാൽ കിട്ടാത്ത അടിയൊഴുക്കുണ്ട്, പ്രശ്നങ്ങളുടെ പാറക്കെട്ടുണ്ട്, വേദനയുടെ നീരൊഴുക്കുണ്ട്. കാർമേഘ പടലത്തിലെ വെള്ളിരേഖയെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചാൽ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. നീ എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഞാൻ സഹിക്കാം, പക്ഷെ പച്ച പാതിരായ്ക്ക് വന്ന് ഒരുമാതിരി ഓട സാഹിത്യം പറഞ്ഞോണ്ടല്ലോ. ചന്ദ്രു വാ, ഞാനാണ് വിളിക്കുന്നത്. അതുകൊണ്ടാ വരാത്തത്. എന്നാലേ ഞാനും പോണില്ല. സ്നേഹമാണ് അവലത്, സ്നേഹമാണ്. എന്റെ ആത്മാർത്ഥം എന്താണെന്ന് കാലം നിന്നെ മനസ്സിലാക്കി തരും. മഞ്ഞു കൊണ്ടോട്ടെ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ പോവാ. ഞാൻ പോകുന്നില്ല. ആ ബാഗ് ഇങ്ങോട്ട് തന്നെ. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ, എങ്കിൽ ബാഗ് തരാം. നീ ഒന്നും മിണ്ടണ്ട, ബാഗ് ഇങ്ങോട്ട് തരാം. നീ എന്റെ കൂടെ വന്നാലേ തരുള്ളൂ. നീ ബാഗ് ബാഗ് തരില്ല. നീ വിട്ടേ. പച്ചപ്പാതിരാക്കി ഉറങ്ങി കിടക്കുന്നതിന്റെ ബാഗ് പിടിച്ചു പറിക്കുന്നതാ. ഇത് എന്റെ ബാഗാ സാറേ. നിന്റെ ബാഗ് എങ്ങനെയാ ഇവന്റെ തലക്കടിയിലായത്? പറയണം. പങ്ക കുഴപ്പമായി. എണീറ്റേ സാർ, ഇത് വെറും അഭിനയമാണ്. നമ്പർ ഒന്നും ഇറക്കണ്ട മോനെ. അയ്യോ പങ്ക, തേടി കുറെ നാളായി ഞങ്ങൾ നടക്കുക. ദൈവമേ, എടാ പങ്ക, നീ കളിക്കല്ലേ. സാറേ ഇവന് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉറക്കമാണോ അവിടെ? നല്ല ഉറക്കമാ. എടാ പങ്ക, നീ തമാശ കളിക്കല്ലേ, എണീക്കടാ. അയ്യോ, ഇങ്ങോട്ട് വാടാ മോനെ. എടാ നീ എണീറ്റില്ല, ഞാൻ പല കേസിലും പ്രതിയാകും. ഇങ്ങോട്ട് വാടാ. ഉറങ്ങിയിട്ടില്ല സാറേ, സത്യം. നടക്കടാ സ്റ്റേഷനിലേക്ക്. എടാ സമ്മതിച്ചടാ, സമ്മതിച്ചു. നിന്നോട് എനിക്ക് ഒരു വഴക്കുമില്ല. മാത്രമല്ല നിന്റെ കൂടെ ഞാൻ എവിടെ വേണേലും വരാം. സത്യം സത്യം. എടാ പങ്ക, എനിക്ക് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. ഇവനെ വിട്ടേരെ സാറേ, ഇവൻ കള്ളനല്ല. അപ്പൊ നീ ഉറങ്ങുമല്ലായിരുന്നല്ലേ? ഏയ്, ഞാൻ അഭിനയിച്ചതാ. മാത്രമല്ല ഇവൻ എന്റെ കൂട്ടുകാരനും കൂടിയാ. ഈ ബാഗൊക്കെ എവന്റെ. നീ അപ്പൊ ഉറക്കത്തിൽ എനിക്കും തന്ന അറിഞ്ഞോണ്ടായിരുന്നല്ലേ? അത് ഞാൻ സ്വപ്നത്തിൽ ഉറക്കം കണ്ടതാണ്. പാതിരാത്രി റോഡിൽ കിടന്ന് നാടകങ്ങളൊക്കെ രണ്ട് വീട്ടിൽ പോടാ. വാ പോകാം. ഞാൻ അങ്ങോട്ടും ഇല്ല. മോനെ പങ്ക, പ്രശ്നങ്ങളുടെ പാറക്കെട്ട് ഇളകിയില്ലേ, വേദനയുടെ നീരൊഴുക്കും തുടങ്ങിയില്ലേ. വാ നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ ആ പോലീസുകാരൻ ഒരു പ്രാവശ്യം കൂടി എന്റെ ദേഹത്ത് കൈവച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തിരിച്ചു കൊടുത്തേ. 2 എണ്ണം ആദ്യമേ കിട്ടിയായിരുന്നല്ലോ, അപ്പൊ എന്ത് തിരിച്ചു കൊടുക്കാൻ ഞാൻ? അതാണ് എനിക്ക് ഒരു പിടിയും കിട്ടാത്തത്. അതെങ്ങനെ സംഭവിച്ചു? എന്നെയല്ല, പുറകെ വരുന്ന വേദാർത്ഥ പിടിച്ചു തീർത്ത്. അയ്യോ, എന്താ ശാനെ, എന്താ പ്രശ്നം? കൊല്ലും ഞാനിവനെ. ഈ മുടിഞ്ഞോൻ പണ്ട് ഒളിമ്പിക്സിലായിരുന്ന മണിക്കൂർ 2 എന്നിട്ട് ഇവനെ ഓടിക്കുന്നത്. ഇടപാടൊക്കെ നമുക്ക് നേരം വെളുത്ത് തീർക്കാ സ്നേഹിത. അമ്മാവന്റെ സ്നേഹിതനാ ഇയാള്. സ്നേഹിതനാ? പിന്നെ വളരെ അടുത്ത സുഹൃത്താ, ഉറ്റ തോഴൻ. അമ്മാവൻ എന്തിനാ ഈ സൈസ് കച്ചറകളുമായി കൂട്ടുകൂടി രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? എന്റെ മൂത്ത മോളെ കെട്ടിച്ചു കൊടുക്ക. അയ്യോ എടാ, നിന്റെ തന്ത അന്ധന്മാരെ ഒന്ന് പേടിപ്പിക്കാൻ ഇവനോട് പറഞ്ഞു. ഇവൻ അവരെയും തല്ലി, കാശ് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്നെയും തല്ലു എന്ന് പറയുന്നു. നമസ്തേ. പോട്ടെ ഏട്ടാ, പോട്ടെ. ചേട്ടന് കാശ് കിട്ടിയാ പോരെ? എടാ പങ്ക, കാശ് കൊടുത്തേ. ഏത് കാശ്? എടാ മറ്റേ പേന വിറ്റ ആ കാശ്. ഓ, പേന വിറ്റ കാശ്. അതങ്ങ് വീട്ടിലിരിക്കല്ലേ, അങ്ങോട്ട് പോയി വാങ്ങിച്ചോ. അയ്യോ, ആരാ ഇവിടെ? ഞാനാ, ചന്ദ്രുവിന്റെ അമ്മാവൻ. കൂടെ ചന്ദ്രുവും പങ്കജാക്ഷനും ഉണ്ട്. പിന്നെ നിങ്ങക്ക് പരിചയമുള്ള വേറൊരാളും കൂടെ ഉണ്ട്, പൊന്നൻ. ബസ് സ്റ്റാൻഡിൽ വെച്ച് താങ്ങിയില്ലേ? ഞാൻ നിങ്ങളെ തല്ലിയതിന്റെ കൂലി നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചു തരാമെന്നാ ഇവന്മാര് പറയുന്നേ. എന്താ, തരാമോ? ചേട്ടാ വിജയ കൊടുക്കാം. പൊന്നൻ എന്നല്ലേ പേര്? അതെ, ആന്ധ്ര പൊന്നൻ എന്ന് വിളിക്കും. ഹലോ 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 ഹലോ. തല്ലിയതിന്റെ കൂലി മേടിച്ചു തരാനാണല്ലോ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തല്ലായിട്ട് തന്നെ തിരിച്ചുതരാം. അടി ബ്രദേഴ്സ്. അയ്യോ അയ്യോ,
ചെയ്ത് പോരെ. ഇറങ്ങി പോടാ. കൊടുത്തതിനേക്കാൾ കൂടുതൽ കിട്ടിയല്ലോ. ഇനി പോരുതോ. ഗുഡ് നൈറ്റ്. ഇറങ്ങി പോടാ. ഇറങ്ങി പോരാൻ. പോയി പോയി. പോയാ? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു തുക എങ്ങനെ ഉണ്ടാക്കാനാടാ ചന്ദ്രു? എനിക്കൊന്നും അറിയില്ലടാ. സാവകാശം കിട്ടിയാൽ പോലും ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേലും വീട് മാത്രമായിട്ട് ഇനി എന്തിനാ ബാക്കി? അതുകൂടി പോട്ടെ. ഹലോ ഫ്രണ്ട്സ്, എപ്പടി സൗഖ്യമാ? ഇരിക്കേ. ഇരിക്കാൻ പറയാൻ താനാരാ? ഇരിക്കാൻ. നീ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. അതാത് സ്ഥലങ്ങളിൽ ഇരുന്നാ മതിയോ സാർ? ഇരിക്കടാ. മതി. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വരെ പോണോലോ. തനിക്ക് പോണെങ്കിൽ താൻ പോയിക്കോ. ഞങ്ങൾ എന്തിനാ പോണത്? പിന്നെ അല്ല. ഏയ്, എന്താ പോവാമോ? അത്ര അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ ഇവൻ പോവും. എന്ത്? അതെ, ഇവൻ പോകും. ഇവൻ പോയേ പറ്റൂ. നിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. നീ പോകും, കൂടെ നീയും പോകും. വാ. നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ പോയിട്ടുണ്ടോ? അവിടെ പെഷ്വാർപേട്ടിൽ പോയിട്ടുണ്ടോ? അവിടുത്തെ ബെഞ്ചാര പാലസിൽ പോയിട്ടുണ്ടോ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ പോണം. അവിടെ ചെന്നാൽ നിങ്ങളെ അവർ പൊന്നും പണവും തന്നു സ്വീകരിക്കും. എന്നാ പിന്നെ തനിക്ക് അങ്ങോട്ട് പോയാ പോരെ? പോകുമായിരുന്നു, പക്ഷേ ഇപ്പൊ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. പോയാൽ എന്റെ ശവം അവിടെ വീഴും, അവരെന്നെ കൊന്നുകളയും. പക്ഷേ നിങ്ങൾക്ക് അവിടെ പോകാം. നിങ്ങളെ അവർ ഒന്നും ചെയ്യില്ല. ഞാൻ ഇവിടെയാണെങ്കിലും എന്റെ 2 കണ്ണും 2 കാതും അവിടെ ഉണ്ടാവും. ചന്ദ്രു, ഇയാൾ എന്തൊക്കെയാ പറയണേ? പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. വാടാ, പറയാം. പങ്ക. हाँ 250 బాబు 250 శంకు 250 బాబు శంకు 250 బాబు 250 250 శంకు 250 బాబు అందమైన శంకు మంచి సరుకు తీసుకోమ్మా 250 మంచి ഉള്ളത് പറയാലോ, ഇതുവരെ അങ്കമാലി വിട്ട് എപ്പുറത്തോട്ടും ഞാൻ പോയിട്ടില്ല. ഇത് ആദ്യമായിട്ടാ ഇത്രയും ദൂരം. എന്തു പറ്റി? പേടി പോലെ വല്ലതും തോന്നുന്നുണ്ടോ? ഒരു മാതിരി സ്ഥലവും ഒരു മാതിരി ആൾക്കാരും. നീ എന്തേ അല്ല, കാണില്ല? നമ്മൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയാലോ എന്ന് കരുതി കവർ ചെയ്തതാ. నువ్వెక్కడ కొంటే పోయా నువ్వు సరుకున్నాడు నువ్వు వ్యాపారస్తుడు 250 రూపాయలు ఏంటి చూస్తున్నారా? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നമ്മളെ വന്ന പോലെ തന്നെ തിരിച്ചു പോകും. എന്നാ നമ്മൾ വന്ന ട്രെയിൻ പോയിട്ടില്ല, അതിൽ തന്നെ തിരിച്ചു പോവാം. എങ്കിൽ അടുത്ത ട്രെയിനിന്റെ സമയമെങ്കിലും ചോദിച്ചിട്ട് വരാം. എപ്പോഴാ ആവശ്യം വരെയെന്ന് പറയാൻ പറ്റില്ല. അതാ കണ്ടില്ലേ, ഈ കേരള ട്രെയിൻ ഉണ്ട്, ఏమండి മാങ്ങണ്ടി. ഒന്ന് പോടോ. ఏంటో ചന്ദ്രു, എന്താടാ? ദേ അത് കണ്ട ആ പ്രതിമയിലൊന്ന് സൂക്ഷിച്ചു നോക്ക്. അത് വിജയലക്ഷ്മി അല്ലേ? വിജയലക്ഷ്മി. പൊന്നൻ പറഞ്ഞത് ഓരോന്നും ശരിയായി വരികയാണല്ലേ? അതെ അപ്പോ നമ്മൾ ബഞ്ചാര പാലസിൽ പോകുന്നു. അതെ ഒരു കളി കളിക്കുന്നു. അതെ ജീവൻ പണയം വെച്ചൊരു കളി. അതെ. ഇതെന്തു പറ്റി? ആന്ധ്ര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ആന്ധ്രയുടെ നടുക്കണ്ടം തിന്നണമെന്നാ പ്രമാണം. എങ്ങനെയുണ്ട്? ബെസ്റ്റ്. ആ, നിനക്ക് തെലുങ്ക് ഒട്ടും അറിയില്ലല്ലോ? ഇല്ല. പേടിക്കണ്ട, എന്നെ ഫോളോ ചെയ്താണ്. ഈ തെലുങ്കന്മാർക്ക് ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട്. അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ കാണിച്ചത്. ഫോളോ. നീ എന്തായി കാണിക്കുന്നേ? ആന്ധ്രയില് ഡാൻസ് കണ്ടാലും കൂടെ കൂടിക്കോണമെന്ന റൂളാണോ? എങ്കിൽ ഞാൻ ഡാൻസ് ചെയ്തോളാം. നീ നിനക്കറിയാവുന്ന തെലുങ്ക് വെച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. ചെല്ല്. അല്ല, ഞാനും കൂടെ. ഈ പോടാ എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ? പോറാന്ന്. എങ്കിൽ పోరా. కొట్టార బ్యాగ్ పడుతుంది. ഒന്ന് പോരാ.
ഇത് ഞാനാടാ. ഇതെന്താ ഇത്? അത് ശരി, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ നീ കളിച്ച് രസിച്ച് നടക്കല്ലേ? ഒറ്റ അടിവെച്ചതാണല്ലോ. എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ഈ കാണുന്നത്. എന്ത് ചോദിച്ചാലും ഇവിടെ ഉള്ള ഒരു തലയിൽ കൂടെ പൊടി വാരി എറിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂ. നീ ചെപ്പന്തി കറക്റ്റാ? ഇവിടത്തെ രാജ്ഞിയുടെ പ്രതിമയാ കൊണ്ടുപോകുന്നത്. ഇന്ന് അവരുടെ പിറന്നാൾ ആഘോഷം. അതിന് പ്രതിമയും കൊണ്ട് നടക്കുന്ന എന്തിനാ? പങ്ക പിന്നെ ഇവിടത്തെ രാജ്ഞി മരിച്ചിട്ട് 10-12 വർഷമായി. അതുമല്ല, രാജ്ഞി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ദൈവത്തെ പോലെയാ. അതുകൊണ്ടാ ഈ പ്രതിമയും ചുമന്നുകൊണ്ട് നടക്കുന്നത്. എല്ലാ കൊല്ലമുള്ള ആഘോഷ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ ആ ആന്ധ്ര പൊന്നം പറഞ്ഞത് അന്വേഷിച്ചോ? അന്വേഷിച്ചു. പൊന്നം പറഞ്ഞത് 100% ശരിയാ. ആ, ഈ കൊട്ടാരത്തിന് ഒരേ ഒരു അവകാശിയുണ്ട്, മരിച്ചുപോയ രാജ്ഞിയുടെ മകൻ. അതാരാണെന്ന് ഇപ്പൊ ഈ ലോകത്ത് 4 പേർക്ക് അറിയാവൂ. നമ്മൾ 2 പേര്, പിന്നെ പൊന്നൻ. പിന്നെ ആർക്കറിയാം? എനിക്ക്. പിന്നെ ഇതാരാ? ഈ വിരല് പ്രതിമ ചുമന്നുകൊണ്ട് നടന്ന പൊളിക്കതാ. മടങ്ങില്ല. ഇനി കാര്യത്തിലേക്ക് മടങ്ങാം. 17 കൊല്ലം മുമ്പ് ഈ കാണുന്നതിന്റെയൊക്കെ അവകാശിയെ ഏതോ പാട്ടുകാർ തട്ടിക്കൊണ്ടുപോയി. അന്ന് അവർ പാടി നടന്നിരുന്ന പാട്ട് പോലും ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഒന്നുകൂടി അറിയാം. 1 വയസ്സ് പോലും പ്രായമാകാത്ത ആ രാജകുമാരി അന്ന് തട്ടിക്കൊണ്ടുപോയത് 2 കുരുടന്മാരാ.